അയ്യോ, ഇങ്ങനെയൊക്കെ എന്തെങ്കിലും വയ്യായിക വന്നാൽ തീർന്നു. പിന്നെ ഒരു ആവതുമില്ല. തലവേദനയ്ക്ക് ഞാൻ നോക്കിയിട്ട് ഈ സാധനം കൊള്ളാം കേട്ടോ. തോർത്തെടുത്ത് ഇങ്ങനെ കിട്ടി മുറുക്കി അങ്ങോട്ട് വെച്ചിരുന്ന. അപ്പോൾ ശരി, കുളിച്ചിട്ട് ഒരു കാര്യം കേൾപ്പിച്ചു തരാം. അതുകൂടെ ഒന്ന് കേട്ടോ വെക്കണം കേട്ടോ. ഹലോ കണ്ണമാമ, കണ്ണമാമൻ എന്താ വിളിക്കാത്തത്? ഭയങ്കര കഷ്ടമുണ്ട് കേട്ടാ. ഇന്നലെ എനിക്ക് മെസ്സേജ് അയച്ച് എൻ്റെ നമ്പറും ഞാൻ കൊടുത്തിട്ടുണ്ട്, ദുബായിലെ നമ്പർ. അപ്പോൾ ആ അമ്മ പറയാണ് ദുബായിലാണ്. അപ്പോൾ എന്നെ കാണാൻ വേണ്ടിയിട്ട് അജ്മാനിലേക്ക് ഒരു ദിവസം വരുന്നുണ്ട് എന്ന് പറഞ്ഞു. ഏകദേശം ഞാൻ കുറച്ചു നേരമായി ആവി പിടിക്കുന്നു. ഇപ്പോഴാണ് ഒന്ന് സൗണ്ട് സെറ്റായത്. സൗണ്ട് ഇല്ലായിരുന്നു, ഒരുമാതിരി കരപ്പറ്റാന്നും പറഞ്ഞിട്ടൊരു സൗണ്ട് മാത്രം. എന്തുവെന്നറിയാൻ വയ്യ. ഒറ്റ രാത്രി കൊണ്ട് നല്ല തലവേദനയുണ്ട്, ജലദോഷമുണ്ട്. ഞാൻ കുറച്ചു നേരം ഒന്ന് ആവി പിടിക്കാം. ആവി പിടിച്ചിട്ട് ഞാൻ ഓഫീസിൽ ചെല്ലാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ലീവ് ആക്കിയിട്ടില്ല, ഹാഫ് ഡേ ലീവ് ആക്കാമെന്നാണ് കരുതിയത് ഞാൻ. പക്ഷെ ഇത്രയും കരുതിയില്ല കേട്ടോ. ഇതൊരുമാതിരി ഭയങ്കര തലവേദനയായിട്ട്. കുറേ നേരമായി ആവി പിടിക്കുന്നു. ഇതിനകത്ത് സത്യത്തിൽ ഇതിൻ്റെ ആവശ്യമില്ല ആവി പിടിക്കാൻ. പക്ഷെ ഇപ്പം സൗണ്ട് വന്നു ഇപ്പോഴാണ് കേട്ടോ. എൻ്റെ അമ്മയും നേരത്തെ സൗണ്ടേ ഇല്ലായിരുന്നു. അയ്യോ, ഇങ്ങനെയൊക്കെ എന്തെങ്കിലും വയ്യായിക വന്നാൽ തീർന്നു. പിന്നെ ഒരു ആവതുമില്ല. ഷിറ്റ്. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുകയല്ലേ? എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. ആ മൂക്കുരു ഒരു പണിയായല്ലോ. വളരെ നമ്മൾ ആഹാ സ്ക്രാച്ച് ആൻഡ് വിൻ ആയല്ലോ. ഞാനിട്ട് ചുരണ്ടി അത് ഒരു പരുവായി. ഞാനും ഒരു പരുവായി, മൂക്കുരു ഒരു പരുവായി. കുറച്ച് നേരം ഇരിക്കാം, ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് കുളിക്കണമെന്ന് തോന്നുന്നുണ്ട്. പക്ഷെ പിന്നെ കുറച്ച് നേരം കുളിച്ചിട്ടില്ല. രാവിലെ എഴുന്നേറ്റ് ഫ്രഷായിട്ട് മീൻസ് പല്ലൊക്കെ തേച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. കുളിക്കാമെന്ന് വിചാരിച്ചാണ്, പക്ഷെ തലവേദന എടുക്കുന്നു. അയ്യോ, എന്നാലും കുളിക്കണം. ഞാൻ ഓഫീസിൽ പോകുമെങ്കിൽ കുളിച്ചിട്ടേ പോകും, അത് വേറെ കാര്യം. അപ്പോൾ വേറെന്താ, ഇതാ വരുന്നേ. അപ്പോൾ രാവിലെ ഞാൻ കാപ്പി കഴിച്ചതൊന്നും ഇല്ലായിരുന്നു കേട്ടോ. സമയം എത്ര? 11 മണിയാവാൻ പോകുന്നു. നമുക്കിപ്പോൾ ഈ മെസ്സിൽ നിന്ന് ഫുഡ് വരുന്നതുകൊണ്ട് ഇതാ കണ്ടില്ലേ, കടലക്കറിയും ചപ്പാത്തി. ഇതിങ്ങനെ ഇഷ്ടമൊന്നുമില്ല ഇത് കഴിക്കാൻ. കാരണം ഇന്നലെ എങ്ങാണ്ട് ഉണ്ടാക്കുന്നേ കുന്തം. ഇപ്പോൾ ഈ നോമ്പൊക്കെ ആയതുകൊണ്ട് നമുക്ക് സമയാസമയം ഹോട്ടലുകളിൽ പോയി ഫുഡ് കഴിക്കാനൊന്നും പറ്റത്തില്ല. അവർ പാർസൽ കൊണ്ടുവരും, എന്താ കഴിക്കുക എന്നുള്ളതേ ഉള്ളൂ. മെസ്സാണ് ഞാൻ. ഓക്കെ, കറിയൊന്നും കുഴപ്പമില്ല. ചപ്പാത്തി കുറച്ച് കട്ടിയായിട്ടുണ്ട്, അതേ ഉള്ളൂ. കറിയൊക്കെ അടിപൊളിയാണ്. രാവിലത്തെ ഫുഡും ഉച്ചക്കത്തെ ഫുഡും പാർസൽ വരും. രാത്രിയിലെങ്ങാണ്ടേ കൊണ്ടുവെക്കുന്നതാണ് കേട്ടോ. പക്ഷെ കേടൊന്നും വന്നിട്ടില്ല ഇന്ന് വരെ, പ്രശ്നമൊന്നുമില്ല. ഇന്നിപ്പോൾ എന്തിനാ പനിയല്ല ഇത്, ഒരു തലവേദനയും ഒരു നമ്മുടെ ത്രോട്ടൊക്കെ ശബ്ദമൊന്നും വരുന്നില്ല. അങ്ങ് എന്തോ പോലെ ആയിപ്പോയി. എന്തോന്നറിയില്ല, മാറുമായിരിക്കും. ഒന്നുകൂടെ നാവി പിടിക്കാം, എന്നിട്ട് ഓഫീസിൽ പോകാൻ നോക്കാം അല്ലേ. ഓക്കെ, നമുക്ക് കഴിച്ചിട്ട് കാണാം. ഞാൻ എല്ലാം ഒന്നും കഴിച്ചില്ല കേട്ടോ. ഒരു 3 എണ്ണം ഉണ്ടായിരുന്നുള്ളൂ ടോട്ടല് ചപ്പാത്തി. പക്ഷേ 2 എണ്ണം കഴിച്ചപ്പോൾ തന്നെ എന്തോ വയറ് നിറഞ്ഞു. അതോ ഇനി കട്ടിയുള്ളതുകൊണ്ട് കഴിക്കാനുള്ള മടിയാണ്. എന്തായാലും അതങ്ങ് കഴിക്കും.
ഈ വയ്യാതായ വലിയ പാടാണ് കേട്ടോ. എനിക്കാണെങ്കിൽ തീരെ ഇഷ്ടമല്ലാത്തൊരവസ്ഥയായത്. എന്തൂരെന്ന അവസ്ഥയല്ലയോ. ഈ സൗണ്ട് വന്ന കാര്യമായി കേട്ടോ. രാവിലെയൊക്കെ ഞാൻ ബെഡിൽ നിന്ന് എഴുന്നേൽക്കുമ്പോഴൊന്നും എനിക്ക് സൗണ്ടില്ല. ഞാനിരുന്ന് ആലോചിക്കുക, ദേവി ഈ സൗണ്ട് ഇതെവിടെ പോയി. മുമ്പ് നാട്ടിലെന്തോ ഒരു പ്രത്യേകതരം ഇതേപോലൊരു പ്രശ്നം ഉണ്ടായിരുന്നെന്ന് ഞാനിങ്ങനെ പറഞ്ഞു കേട്ടായിരുന്നു. ചേച്ചിക്കൊക്കെ വന്നായിരുന്നു സൗണ്ട്. ഒരു ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ സൗണ്ട് ഇല്ലാണ്ടാവുക, ഭയങ്കര ചുമ, അങ്ങനെയൊക്കെ. എന്തായാലും കുളിയും തന്നെ ഒന്നും ഇല്ലാതെ നിൽക്കുന്ന എന്നെ നിങ്ങളിപ്പോൾ കണ്ടല്ലോ. അയ്യോ അയ്യോ, ഒന്ന് ഫേസ് വാഷ് ചെയ്തോട്ടെ. ഓക്കെ, അപ്പോൾ വേറെന്താ പറയുക, എന്തായാലും അസുഖങ്ങളൊന്നും ആർക്കും വരാതിരിക്കട്ടെ. ഒരു സുഖമില്ല അതിന്. എന്നാലും ഇന്നലെ വൈകിട്ട് വരെ പയർമണി പോലെ ഓടി കിടന്ന ഞാനാ. പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്കേ അയ്യോ, ചുമയുണ്ട്. കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഒന്നുകൂടെ ഒന്ന് ആവി പിടിക്കാം. എനിക്ക് തോന്നുന്ന മേ ബി ഒരു വട്ടോടെ ആവി പിടിക്കുമ്പോൾ സെറ്റാവും. അയ്യോ, ഒന്നും പറയണ്ട, ഉടുപ്പിലെല്ലാം വെള്ളമായല്ലോ. ഓരോരോ തെണ്ണങ്ങളെ ഇങ്ങനെ വീഡിയോ ഇതിപ്പോൾ എടുക്കണം, ഇത് പോസ്റ്റ് ചെയ്യുമെന്നൊന്നും എനിക്ക് അറിയത്തില്ല. ഞാൻ എന്നാലും ഒന്ന് എടുത്തു എന്നേ ഉള്ളൂ. അപ്പം ഇൻ കേസ് ഒരു വീഡിയോ നമുക്ക് ഇടാലോ എന്ന് കരുതി. ഒന്നും ഒരു വീഡിയോ ഇടാതിരിക്കുന്നതിലും ഭേദമല്ലേ ഏതെങ്കിലും ഒരു വീഡിയോ. ഈ ചുമയുടെ ഭാഗമൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളയാം, നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാൻ വീഡിയോ ഒന്നും എടുക്കാതിരിക്കുന്ന മോശമല്ലേ. അല്ലെങ്കിൽ അത് എന്തെങ്കിലുമൊക്കെ വല്ലപ്പോഴും ഇടണമല്ലോ. അപ്പോൾ എന്തായാലും ഇതൊന്നും ഇടാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ? എല്ലാവർക്കും ഓക്കെ അല്ലേ? എല്ലാവർക്കും ഓക്കെ ആണെന്ന് കരുതുന്നു. ഇവിടെ ഒരു ഫിഷ് ടാങ്ക് ഉണ്ട്, അതിലൊരു മീൻ കിടപ്പുണ്ട്. അവൻ്റെ പരിപാടികൾ കാണണോ? കണ്ട ഓക്കെ, ഇവൻ താഴെ പോയി കല്ല് പറക്കും കേട്ടോ. ഇവനെ അങ്ങ് തട്ടി പൊരിച്ചാലോ. പാവം. അപ്പോൾ അതിങ്ങനെ ഇപ്പം ഫിഷ് അവിടെ കിടക്കുന്നു, ഞാനിവിടെ കിടക്കുന്നില്ലേ. അതിനകത്തൊരു മോട്ടറുണ്ടോ, അത് ഓടുന്നില്ലല്ലോ, എന്താണെന്ന് അറിയത്തില്ല. അപ്പോൾ അതാണ് നമ്മുടെ രഞ്ജിത്ത് കൂട്ടൻ നോക്കുന്നത് കേട്ടോ. രഞ്ജിത്ത് കൂട്ടനാണ് അവനെ പരിപാലിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് പോകുന്നത് ഇന്നത്തെ കാര്യം. ഇനിയിപ്പോൾ എന്താണെന്നറിയില്ല. 11 മണി, കറക്റ്റ് 11 മണിയായി. 8 മണിക്ക് ഡ്യൂട്ടിക്ക് കയറേണ്ട ഞാനാ. ഇന്നത്തെ ഡ്യൂട്ടി പോയെന്നാണ് തോന്നുന്നത്, അറിയില്ല. തലവേദനയുണ്ട്, കഥ ഒരു ബുദ്ധിമുട്ട്. അവിടെ ചെന്ന് നമ്മുടെ വർക്ക് എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ, അപ്പോൾ ഇങ്ങനെ ലാപ്പൊക്കെ നോക്കുന്നില്ലേ, മദർ ബോർഡൊക്കെ എടുത്ത് വെച്ചിട്ട് നമ്മൾ നോക്കുമ്പോൾ സൂക്ഷിച്ച് നോക്കുകയും അതുപോലെ ഒരു ലേശം ഇങ്ങനെ ബെൻഡായിട്ട് ഇരുന്നിട്ടൊക്കെയാണ് നോക്കുന്നത്. അപ്പോൾ ഈ തലവേദന ഉണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. എന്തായാലും ഈ ഒരു സൗണ്ട് വന്ന കാര്യമാണ്. എന്താടോ, ഇവിടെ പ്രേതം വല്ലതും ഉണ്ടോ? ഡോറൊക്കെ തുറയെ അടക്കിയൊക്കെ ചെയ്യുന്നു. ഇപ്പോൾ ഒരുവിധം ഓക്കെ ആയി വരുന്നു. പിന്നെ നോക്കട്ടെ, കുളിക്കാതെ ഓഫീസിൽ പോയാൽ എനിക്ക് ബുദ്ധിമുട്ടാണ്. സോ കുളിച്ചിട്ട് പോകണം. തലവേദനയ്ക്ക് ഞാൻ നോക്കിയിട്ട് ഈ സാധനം കൊള്ളാം കേട്ടോ. തോർത്തെടുത്ത് ഇങ്ങനെ കിട്ടി മുറുക്കി അങ്ങോട്ട് വെച്ചിരുന്ന ഒരു പ്രത്യേക ആശ്വാസം. ആൻഡ് വേറെ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? സുഖം ആണെന്ന് കരുതുന്നു. ഓക്കെ, സംഭവം ഉണ്ടല്ലോ, ഞാൻ ഈ കമൻറ്റ് സെക്ഷനും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇപ്പോൾ ഫ്രീ ആണല്ലോ എന്തായാലും. അപ്പം അങ്ങനെ ഞാൻ എൻ്റെ ചെവി മടങ്ങിയിരിക്കുന്നു. ഈ ചെവി അകത്ത് വായിപ്പോയോ? പുറത്തിറങ്ങണ. ഓക്കെ, അപ്പോൾ
അങ്ങനെ ഞാൻ അതൊക്കെ ഇരുന്ന് നോക്കുമായിരുന്നു കേട്ടോ. ഓക്കെ. അപ്പോൾ ഇന്നലെ നമ്മൾ ഇട്ട വീഡിയോയ്ക്കൊക്കെ അത്യാവശ്യം പെട്ടെന്നുള്ളൊരു വ്യൂസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷെ അതൊന്നും വലിയ വ്യൂസ് നല്ല ഉദ്ദേശിച്ച് എന്നാലും മര്യാദക്കൊക്കെ ഉള്ള ഒരു വ്യൂസ്. എനിക്ക് സ്ഥിരമായിട്ടുള്ള എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സും കാണുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത്. അങ്ങനെ തന്നെയല്ലേ നിങ്ങളെല്ലാവരും കാണുന്നുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. എൻ്റെ മുമ്പോട്ടുള്ള എനിക്ക് എന്തൊക്കെയാണ് എനിക്കറിയില്ല നാളെ എന്താ സംഭവിക്കുക, എന്തോ വരാൻ പോകുന്നത്, ഒന്നും തന്നെ അറിയത്തില്ല. അപ്പോൾ എല്ലാം ഓക്കെ ആണ്, ഫൈൻ എന്നുകൊണ്ട് മുമ്പോട്ട് പോകുന്നതിനൊന്നും യാതൊരു പ്രശ്നങ്ങളും നമുക്കില്ല, തടസ്സങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ പോകുന്നിടം വരെ പോവാം. അതുവരെയുള്ള വീഡിയോസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഞാനും വരാം. ഇവിടെ എന്താ ഇവിടെ ഒരു കട്ട് ചെയ്ത് വെച്ച പോലൊരു ഫീല്, എലിയെങ്ങാനും കരണ്ടിക്കൊണ്ട് പോയോ? എനിവേ, അപ്പോൾ ഞാൻ മുമ്പോട്ട് എങ്ങനെ പോകുന്നു അതൊക്കെ ആയിരിക്കും എൻ്റെ വ്ലോഗിൽ വരാൻ പോകുന്നത് ഇനി അങ്ങോട്ടും. ഓക്കെ. അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെയൊക്കെ എന്താ പറയുക, ഒരുപാട് സ്നേഹമുണ്ട് എന്നല്ല എനിക്കറിയാം, എപ്പോഴും ഞാൻ പറയണില്ല. എന്നിട്ട് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. പിന്നെ മുമ്പോട്ട് എന്തൊക്കെ വെച്ച കേൾക്കുന്നു, യുദ്ധമാനാന്ന് തോന്നുന്നു. എന്താണെന്നറിയില്ല. ഓക്കെ. പിന്നെ അങ്ങനെ ഒരു ഫാക്ടർ ഉണ്ട് കേട്ടോ. ഇവിടെ നിന്ന് തിരിച്ചു വരാൻ പറ്റുവാണെങ്കിൽ നമുക്ക് കാണാം, വേറെ വിഷയങ്ങളൊന്നും ഇല്ലാതെ. എന്നാലും എൻ്റെ മുഖക്കൊരു കുറേ നാളായിട്ട് പാടൊന്നും ഇല്ലാണ്ടിരുന്നു. ഇനിയിപ്പോൾ ഇതിങ്ങനെ വന്നാലും എൻ്റെ പോവും കേട്ടോ പാട്. ദാറ്റ് ഇസ് നൺ ഓഫ് ആൻ ഇഷ്യൂ. പണ്ടേ ഞാൻ ഇങ്ങനെ മൂക്കൊരു മാന്തി പൊട്ടിക്കലുണ്ട്, ഇഷ്ടം പോലെ ഇഷ്ടം. ഇപ്പോൾ ഒരു ചെറിയ ആശ്വാസം ഉണ്ട് കേട്ടോ. ആക്ച്വലി ഒന്നുകൂടെ ഒന്ന് ആവി പിടിച്ചാൽ സെറ്റാവും. ഇത് ഓക്കെ ആണെന്ന് തോന്നുന്നു കേട്ടോ. ഞാനെന്നാൽ പോയി ഒന്ന് കുളിച്ചാലോ എന്ന് ആലോചിക്കുക. കുളിച്ചിട്ട് ഓഫീസിൽ പോകാം. 11:10 കുളിച്ചിറങ്ങി 11:30 ആകുമ്പോഴത്തേക്കും ഇതിൽ ഓഫീസിൽ കയറാം. ഇതിൽ പറയുമോ എന്തോ അറിയില്ല, എന്താ വേണമെന്ന് അറിയാൻ പാടില്ല. ഞാനൊന്ന് കുളിച്ചിട്ട് വരാം. എല്ലാ സൈഡിലുള്ള ബാൽക്കണികളിൽ ഞാൻ പോയി നിന്ന് പുറത്തോട്ട് ഇങ്ങനെ നോക്കുക. എന്താ കാര്യം? ഒരു കാര്യമില്ല. അങ്ങനെ നോക്കും. റോഡിലെങ്ങും ആരും തിരക്കൊന്നുമില്ല കേട്ടോ. റോഡൊക്കെ ഭയങ്കര എന്താ പറയുക, ശാന്തമായിട്ട് കിടക്കുകയാണ്. ശാന്തവും സമാധാനവുമായിട്ട് 1-2 അല്ലെങ്കിൽ ഒരു 3-4 ടാക്സികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടുന്നു, അത്രേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതാ കണ്ടില്ലേ, അതാ മെയിൻ റോഡാണത്. അവരൊക്കെ വണ്ടികൾ പോകുന്നുണ്ടോ? വളരെ കുറവല്ലേ. അപ്പോൾ ശരി, കുളിച്ചിട്ട് 11:30 കഴിഞ്ഞ സമയം. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ഓഫീസിൽ ചെന്നാലും 1 മണിയാകുമ്പോഴത്തേക്ക് ലഞ്ച് ബ്രേക്കാണ്. ചീപ്പ് അവിടെ ഒരു ഇനിയിപ്പോൾ ഞാൻ ചെന്നാലേ ഒരു 1 മണിയാകുമ്പോൾ ലഞ്ച് ബ്രേക്കാണ്. സോ ഞാൻ വീണ്ടും തിരിച്ചിങ്ങോട്ട് വരണം. ലഞ്ച് ബ്രേക്കായിട്ടില്ല. ഇപ്പോൾ ഈ നോൻപാസമായിട്ട് ബ്രേക്കായിട്ട് അങ്ങനെ ഇല്ല. 1 മണിക്ക് പോവുക, കഴിച്ച് തീർന്നിട്ട് നമ്മൾ നേരെ ഓഫീസിലേക്ക് പോവുക എന്നുള്ളതാണ്. എന്നിട്ട് വൈകിട്ട് വീണ്ടും ഒരു 4:30-5 മണി വരെ, അങ്ങനെയാണ് ടൈം. അപ്പോൾ ഞാൻ ഇപ്പോൾ പോയാൽ വീണ്ടും തിരിച്ച് ഭക്ഷണം കഴിക്കാനായിട്ട് വരേണ്ടി വരില്ലേ എന്ന് കരുതിയിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് പോവാം, കഴിച്ചിട്ടൊക്കെ പോവാമെന്ന് വിചാരിച്ചു. കഴിച്ചിട്ട് നേരത്തെ വേണമെങ്കിൽ കഴിച്ചിട്ട് ഞാനങ്ങ് ഇറങ്ങി പോവാം, അങ്ങനെ കരുതി. അല്ലേ? വേറെന്താ? പിന്നെ ഉണ്ടല്ലോ എൻ്റെ പിന്നെ എനിക്ക് ഇന്നലെ കുറച്ചല്ല നല്ല പോലെ ഭയങ്കരമായിട്ട് എനിക്ക് സന്തോഷം തോന്നിയ 1-2 കാര്യങ്ങളുണ്ട്. ഞാൻ നിങ്ങൾക്കതൊന്ന് കാണിച്ചു തരാം. ഒരു ഷർട്ട് എടുത്തിട്ടെ, സോറി കയറങ്ങട്. തൽക്കാലം ഈ ഷർട്ട് ഇരിക്കട്ടെ. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ വേറൊന്നുമല്ല, സംഗതി ആർക്കും അത്ര കാര്യമായിട്ട് തോന്നണമെന്നൊന്നുമില്ല. അല്ലെങ്കിൽ ഇതിലൊക്കെ എന്താ എന്നാലും ചിന്തിക്കാം.
ചിന്തിക്കാതിരിക്കുക അങ്ങനെയല്ല, ചിലപ്പോൾ ചിലർക്ക് അങ്ങനെയൊക്കെ ചിന്തിക്കാം. ഞാൻ എൻ്റെ ഒരു ഇതല്ലേ പറയണേ, കാണിച്ചില്ല. അതായത് ഗാലറി എടുത്തു, ഇതെൻ്റെ വാട്സപ്പാണേ. അപ്പോൾ അതിൽ നമ്മുടെ ഇത് കാണിക്കൂലേ, എന്തുവാ മറ്റേ ഇത് കണ്ടോ, എൻ്റെ ചേച്ചി അത് അതെടുത്ത് സ്റ്റോറി ആക്കി ഇട്ടേക്കുക കേട്ടോ. മൈ വൺ ആൻഡ് ഓൺലി ലവിങ് ബ്രദർ, എൻ്റെ ചേച്ചി, സ്വന്തം ചേച്ചിയെ ചേച്ചി ഇതെടുത്ത് അങ്ങനെ ഇട്ടേക്കുന്ന കേട്ടോ. ഇത് ഞാൻ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഇനി വേറൊരു കാര്യം കാണിച്ചു. ഞാനൊരു വോയിസ് നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം, ഒരു കാര്യം കേൾപ്പിച്ചു തരാം. അതുകൂടെ ഒന്ന് കേട്ടു നോക്കണം കേട്ടോ. ഹലോ കണ്ണമാമൻ എന്താ വിളിക്കാത്തത്? ഭയങ്കര കഷ്ടമുണ്ട് കേട്ടാ. കണ്ണമാമനോട് ഞാൻ പറഞ്ഞില്ലേ എന്നും വിളിക്കണോന്ന്, കേട്ടാ? ഇനി വിളിക്കണേ എന്നും. അപ്പോൾ ഇത് കേട്ടല്ലോ. ആക്ച്വലി ഇപ്പം എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് ഇവരൊക്കെയാണ് കേട്ടോ. എൻ്റെ ചേച്ചിയുടെ മോളാണ്, അത് കുഞ്ഞാ. അപ്പോൾ അവളാണത് മെസ്സേജ് അയച്ചേക്കുന്നത്. പിന്നെ ഇതൊക്കെയാണ്. പിന്നെ ഇപ്പോൾ എനിക്ക് നിങ്ങൾ കുറേ പേരുണ്ട് കേട്ടോ, ഒരുപാട് പേര് വളരെ നല്ല രീതിയിൽ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ നിങ്ങളും പിന്നെ എൻ്റെ ഈ ചേച്ചിയുടെ മകളും ചേച്ചിയും അമ്മയും, ഇത്രയൊക്കെയാണ് ഇപ്പോൾ എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. അതുപോലെ എന്നെ ഇതുപോലെ ഈ യൂട്യൂബിൽ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഒരു എന്താ പറയുക, ഒരു പേരൊക്കെ പറയാമോ എന്ന് എനിക്കറിയത്തില്ല, എന്നാൽ പേര് പറയുന്നില്ല, ഞാൻ പറയാം. ഓക്കെ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ടിട്ടേ ഒരു ചേച്ചി എവിടെ സ്ഥലം ഇപ്പം താമസിക്കുന്നത് അങ്ങനെ ഞാൻ കൃത്യമായിട്ടൊന്നും പറയുന്നില്ല, എനിക്കറിയില്ല, അവർക്കത് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നമുക്കറിയാൻ പറ്റത്തില്ല. അപ്പോൾ പുള്ളിക്കാരി എന്നെ വിളിച്ചിട്ട് ഒരുപാട് വിളിച്ച് മെസ്സേജ് അയക്കുന്നതും ഒക്കെ വളരെ എന്താ പറയുക, ഒരു സഹോദരൻ, ഒരു കൂടപ്പിറപ്പിനോട് പറയുന്നത് പോലെ ഭയങ്കര ഇതായിട്ട് എന്നെ മോട്ടിവേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ പോകണം, ഇങ്ങനെ വേണം എന്ന് പറയുക. പിന്നെ അതുപോലെ ഒരു അമ്മയുണ്ട് ഇവിടെ ദുബായിൽ താമസിക്കുന്ന, ഇന്നലെ എനിക്ക് മെസ്സേജ് അയച്ച് എൻ്റെ നമ്പറും ഞാൻ കൊടുത്തിട്ടുണ്ട്, ദുബായിൽ നമ്പർ. അപ്പോൾ ആ അമ്മ പറയാണ് അജ്മാനിലേക്ക്, ഇവിടെ ഞാൻ അജ്മാനാണ് നിൽക്കുന്നത്, അപ്പോൾ അമ്മയുള്ളത് ദുബായിലാണ്, അപ്പോൾ എന്നെ കാണാൻ വേണ്ടിയിട്ട് അജ്മാനിലേക്ക് ഒരു ദിവസം വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ എന്നെ ഒരുപാട് പേര് സ്നേഹിക്കാനുള്ളപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ എനിക്ക് എൻ്റെ ഇപ്പോഴത്തെ ഒരു സന്തോഷം എന്ന് പറയുന്നത് കേട്ടോ. നിങ്ങൾ ഒത്തിരി പേരും പിന്നെ എൻ്റെ ഒരു ചെറിയ കുടുംബവും, ഇതൊക്കെയാണ് കേട്ടോ ഇപ്പോൾ എൻ്റെ ഏറ്റവും അധികം വലിയ സന്തോഷം. അതിൽ കൂടുതൽ വേറൊന്നും ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഞാൻ ആ ചേച്ചിയുടെ കാര്യം പറഞ്ഞല്ലോ, ആ ചേച്ചി എന്ന് വെച്ചാൽ എന്നെ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്യാൻ, അതുപോലെ എനിക്കുള്ള എന്താ പറയണ്ടേ എനിക്കറിയില്ല, ഇങ്ങനെ ഈ ലോകത്ത് ഒത്തിരി ആളുകളെ ഇഷ്ടപ്പെടുന്നവരുണ്ട്, മനുഷ്യരെ കണ്ട് സ്നേഹിക്കുന്നവരുണ്ട് എന്നുള്ളതൊക്കെ അറിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് അമ്മമാർ, ചേട്ടന്മാർ, ഒത്തിരി പേര്, അനിയന്മാർ ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. എല്ലാവരോടും ഒരുപാട് നന്ദി. പിന്നെ ഇന്നിപ്പം ഇങ്ങനൊരു വയ്യായിക വന്നു, ഇനിയിപ്പോൾ ഒരു അരമണിക്കൂറൂടെ കഴിയുമ്പം ഉച്ചക്കുള്ള ഫുഡ് കഴിച്ചിട്ട് ഞാൻ നേരെ അങ്ങ് ഓഫീസിലോട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇത്രയൊക്കെ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇനി ഉള്ള പരിപാടി എന്താ, ഓഫീസിലേക്ക് പോകാമെന്നുള്ളത്. അപ്പോൾ എന്തായാലും എല്ലാവരോടും എല്ലാം എന്താ പറയുന്നത്, ഒരുപാട് സന്തോഷമുണ്ട്, ഒരുപാട് ഇഷ്ടമുണ്ട്, ഒരുപാട് സ്നേഹമുണ്ട്, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത കണക്ക് സ്നേഹമുണ്ട്. ഓക്കെ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് അടുത്തൊരു ദിവസം കാണാം. സ്റ്റേ ട്യൂൺഡ്. ബൈ.